എൻ്റെ വീഡിയോ കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചു ഈ ട്രിപ്പുകളൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യണേന്ന്. നമ്മൾ ഏതൊരു ട്രിപ്പും പ്ലാൻ ചെയ്യാനായിട്ട് ഒറ്റ ടിപ്പ് എനിക്ക് പറയാനുള്ളൂ, സംഭവം അങ്ങോട്ട് ബുക്ക് ചെയ്തേക്കണം. ഓക്കെ, നമ്മൾ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാൽ വേഗം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം. ആ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ പുറകെ ഇങ്ങനെ നടക്കാം. അവരൊന്നും അടുക്കില്ല, പെട്ടെന്നൊന്നും അടുക്കില്ല. പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബുക്കിംഗ് അങ്ങോട്ട് ചെയ്യും. ഇപ്പം ഞങ്ങൾ മിക്ക ട്രിപ്പുകളും നടത്തുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഫ്ലൈറ്റും ഹോട്ടലൊക്കെ ബുക്ക് ചെയ്താൽ, ചിലപ്പോൾ വിസയ്ക്കും വേണ്ടി ഏജൻസീനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യും. അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്ത് ടൂർസ് ആൻഡ് ട്രാവലേഴ്സ് ഏജൻസികളെ, നല്ല ഏജൻസികളെ നോക്കി കോണ്ടാക്ട് ചെയ്തിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് സംഭവം അങ്ങോട്ട് ബുക്ക് ചെയ്തേക്കാം. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ പ്ലാനുകളും ആ ഒരു ദിവസത്തെ ഡേറ്റും പ്ലാനുകളൊക്കെ ആയിട്ട് നമ്മളത് അങ്ങോട്ട് അലൈൻ ചെയ്ത് പോകും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരിക്കലും ഇത് നടക്കില്ല. ഒന്നല്ലെങ്കിൽ വേറെ കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ വരും ഈ ഒരു ട്രിപ്പ് നടക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ബുക്ക് ചെയ്താൽ രക്ഷപ്പെട്ടു. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ഉള്ളത്, റീഫണ്ട് ഇല്ലാത്ത ബുക്കിംഗ് ചെയ്യണം. റീഫണ്ടുള്ള ബുക്കിംഗ് ചെയ്താൽ പിന്നെയും അത് ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്പർ 1 ടിപ്പ്. പിന്നൊരു കാര്യം, നമ്മൾ പെണ്ണുങ്ങൾക്കുണ്ടല്ലോ ഈ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആശ്വാസം കുക്കിങ്ങും പാത്രം കഴുകലും. ഓക്കെ, 10-12 ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇപ്പം നാളെ തിരിച്ചു പോകണം. ഓക്കെ, നാളെ തുടങ്ങി പിന്നെയും ശങ്കരൻ തെങ്ങുമ്പം തന്നെ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു രക്ഷപ്പെടൽ. പിന്നെ നമുക്ക് മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കാം. നിങ്ങൾ എന്താ വിചാരിച്ചേ, ഇങ്ങനെ ട്രിപ്പിനൊക്കെ പോകുന്ന ആളുകളിടുന്ന ഡ്രസ്സ് കണ്ടിട്ട് അവർ മോഡേൺ ആവുന്നതൊന്നുമല്ല, നമ്മൾ മോഡേൺ ആക്കപ്പെടുന്നതാണ്. നമുക്ക് ഒരു നിശ്ചിത വെയിറ്റേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവരെടുത്ത് മാറ്റും, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ഒരു നിക്കറും ബനിയനും അല്ലെങ്കിൽ ഷോർട്ട്സും സ്ലീവ്ലെസ്സും ഏറ്റവും വെയിറ്റ് കുറഞ്ഞ ഡ്രസ്സും ഒക്കെയാണ്. അല്ലാണ്ട് സാരിയും ചുരിദാറൊന്നും പറ്റൂല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ നമ്മൾ മോശം ചിന്തിക്കാൻ പാടില്ല. സത്യാവസ്ഥ ഇതാണ്. ഒരുപാട് വെയിറ്റുള്ള സാധനങ്ങളൊന്നും വാരി വലിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടുക. അത് അങ്ങനത്തെ ഓരോ കൺട്രിയിൽ ചെല്ലുമ്പോൾ ആരും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ മാത്രമേ ഇങ്ങനെ മൈൻഡിങ് ഉള്ളൂ ആളുകൾ. അല്ലാതെ വേറെ രാജ്യത്ത് ചെല്ലുമ്പോൾ എല്ലാവർക്കും അവരവരുടെ കാര്യം, ഒരാളെ ശ്രദ്ധിക്കാൻ പോലും നമുക്ക് നേരില്ല. നമ്മൾ ചിലപ്പോൾ വളരെയൊക്കെ ശ്രദ്ധിച്ചെന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മെയിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു നല്ല സ്ഥലം കണ്ടുപിടിക്കുക, ബുക്ക് ചെയ്തേക്കുക, ബാക്കിയെല്ലാം അതിൻ്റെ പിറകെ നടന്നു. ഓക്കെ ഗൈസ്, അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.